ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലയ്ക്ക് കോതിക്കൊണ്ടിരിക്കണം നമ്മൾ ആര്യൻ സിറ്റ് ഔട്ടിൽ നിന്ന്. അപ്പോഴാണ് പുലികളി വരുന്നത്. ഇത് കാണുമ്പോൾ ആര്യന് ഭയങ്കര സന്തോഷമാവാണ്. എല്ലാവരും വിളിച്ചു വരുത്താണ്. ചേട്ടന്മാരെ ഓടി വാ, ദേ പുലികളി വരുന്നു, ധർമ്മൻ മാമ ഓടി വാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരാട്ടോ. അങ്ങനെ അവിടെ ഒരു വല്ലാത്തൊരു ഉത്സവമേളം തന്നെയാണ്. എല്ലാവരും പുലികളിയുടെ അവരുടെ കൂടെ ചെന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയ ഓണക്കൊടിയൊക്കെ ഇട്ട് എല്ലാവരും വന്ന് നിൽപ്പുമുണ്ട്. തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും മുറ്റത്തിറങ്ങി അവിടെ നിന്ന് നോക്കുക. അപ്പുറത്ത് പുലികളി വന്നില്ലേ, ഇനി ഇവിടെ വരുമോ? പിന്നെ അതിനിടയിൽ കൂടെ നമ്മൾ കൊടുത്ത പായസം ആരെങ്കിലും അവിടെ കഴിച്ചോ, ഗോമതി കഴിച്ചോ, ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ, ഇങ്ങനെയൊക്കെ രാജശ്രീ ആലോചിച്ചുകൊണ്ട് നിൽക്കട്ടോ. എത്രയൊക്കെയായാലും അവരിത് ആസ്വദിക്കുന്നില്ല, അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പുലിയായിട്ട് വരുന്ന ആളുടെ കയ്യിലൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. കൂടെ വരുന്ന ഒരു തോക്കും പിടിച്ച് വരുന്ന അയാൾ ചുവേട്ടക്കാരൻ പറയാനുണ്ട് എല്ലാവരുടെ. അതെ, ഇത്തവണ ഒരു സ്പെഷ്യൽ പുലികളിയാട്ടോ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, പുലിയെ കണ്ടോ, പുലിയുടെ കയ്യിലിരിക്കുന്ന സമ്മാനം കണ്ടോ? അപ്പോൾ പുലിക്ക് ഇഷ്ടമുള്ള ഒരാളിന് ഈ ഒരു സമ്മാനം കൊടുക്കും. നമ്മൾ ഈ വർഷം മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ആണോ? അതെ. അങ്ങനെ പുലി കളിച്ച് ആ ഒരു സമ്മാനം ഓരോരുത്തരുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. ആദ്യം ബാലൻ്റെയും ഗോമതിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ വിചാരിക്കും അവർക്കാണെന്ന്. അപ്പോൾ അവർക്കല്ല. അപ്പോൾ ബാലൻ പറയും, നമുക്കല്ലടി. അങ്ങനെ നേരെ മീനുൻ്റെ അടുത്തേക്കും മീനാക്ഷിയുടെ അടുത്തേക്കും ശ്രീദേവിയുടെ അടുത്തേക്കും ചെല്ലാണ്. അവരും പ്രതീക്ഷിക്കുകയാണ് ഈ ഗിഫ്റ്റ് നമുക്കുള്ളതാണെന്ന്. അങ്ങനെ അവർക്കുള്ളതല്ല, ഓരോരുത്തരുടെ അടുത്തേക്ക് ചെന്ന് ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനം അനുമോളുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. അതിന് മുന്നേ അനുമോളുടെ മുന്നിൽ എത്തിയിട്ട് പതിയെ ഈ ഗിഫ്റ്റ് അങ്ങോട്ട് നീട്ടുമ്പോൾ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു മുഖംമൂടി ഉണ്ടല്ലോ പുലിയുടെ, അത് പതിയെ അങ്ങോട്ട് മാറ്റുക. എന്നാൽ അനുമോളിന് മാത്രം കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുന്നുണ്ട്, ഞാനാണ് എന്ന ഉദ്ദേശത്തിൽ. അത് കാണുമ്പോൾ അനുമോള് വല്ലാത്തൊരു നാണത്തോടെ നിൽക്കുക കേട്ടോ. തൊട്ടപ്പുറത്ത് ആരും കണ്ടില്ലെങ്കിലും ഗോമതി ആ മുഖത്തിൻ്റെ ഒരു സൈഡ് കാണുന്നുണ്ട്. ഗോമതിക്ക് അതോടുകൂടി ടെൻഷനായി. അലോകാണ് ഈ വന്നിരിക്കുന്നതെന്ന്. അലോക് തന്നെ ആ ഒരു ഗിഫ്റ്റ് അനുമോളുടെ അടുത്തേക്ക് നീട്ടാണ്. ഭയങ്കര നാണത്തോടുകൂടിയും പേടിയോടെയും ചമ്മലോടെയൊക്കെ ആരും കാണാതെ ശ്രദ്ധിക്കാൻ, വേറെ രീതിയിലും ശ്രദ്ധിക്കാൻ പാടില്ലല്ലോ. അങ്ങനത്തെ ഒരു രീതിയിൽ അനുമോള് അത് വാങ്ങി അകത്തേക്ക് ഒറ്റ ഓട്ടം ഓടുക. അപ്പോൾ ഗോമതി വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇവൻ എന്താ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്, ഇവനായിരുന്നു പുലിയായിട്ട് വന്നത്. അങ്ങനെ കൊടുത്ത പാടെ തന്നെ ബാക്കി എല്ലാ പുലികളും അവർ കളിയും ഒക്കെ ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ധർമ്മൻ അവിടെ കുഴഞ്ഞു വീഴുക, അയ്യോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഓടി വന്നു. അയ്യോ ധർമ്മമ്മ എന്ത് പറ്റി? ഗോമതിക്കാണെങ്കിൽ താങ്ങാനാവാത്ത സങ്കടമുണ്ട്. അനിയൻ ഇവിടെ എത്ര സ്നേഹമല്ലേ ധർമ്മ, എനിക്ക് ധർമ്മ എന്നും പറഞ്ഞിട്ട് ഗോമതി ഒരേ നിലവിളിയാണ്. അങ്ങോട്ട് പോയ അലോകം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയ്യോ പായസം കഴിച്ചത് ഇനി ധർമ്മമാമനാണോ എന്ന ടെൻഷൻ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് പോയിട്ടോ. അത് അകത്തേക്ക് പിടിച്ചുകൊണ്ടുവന്ന ധർമ്മനെ എല്ലാവരും കൂടെ കൈ ചൂടാക്കുന്നു, കാല് ചൂടാക്കുന്നു, കിടന്ന് നിലവിളിക്കുകയോ ഒക്കെ ചെന്ന്. അപ്പോൾ ദേവിയും ഗോമതി ഒക്കെ പറയുന്നുണ്ട്, അതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാമെന്ന്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആര്യം പറയാം, എനിക്ക് തോന്നുന്നു ഷുഗർ വല്ലതും താന്നതായിരിക്കും, ഇത്തിരി മധുരം വായിലേക്ക് വെച്ചാലോ ഒക്കെ ശരിയാവുമെന്ന് തോന്നുന്നത്. ഇതെന്ത് ധർമ്മൻ അങ്ങനെ വന്നത്? അവസാനം ഗോമതിക്ക് ദേഷ്യമാണത്. എത്ര വിളിച്ചാലും ധർമ്മൻ ഉണരുന്നില്ല. കാരണം ഗോമതിക്ക് ഉറപ്പുണ്ടായാലും എന്തോ വിഷം കലർന്നിട്ടാണല്ലോ കഴിക്കണേ. അപ്പോൾ കഴിച്ചതെന്നുള്ള രീതിയിലുള്ള. അപ്പോൾ ഗോമതി എല്ലാവരോടും പറയാം, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് ഗോമതി ബാലനോട് ദേഷ്യപ്പെടുക. ബാലേട്ടനോടല്ലേ പറഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് പറയണേ. അങ്ങനെ എന്തായാലും ആശുപത്രിയിൽ കൊണ്ടുപോവാം എന്ന സ്റ്റേജിൽ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിപ്പിച്ച് നിൽക്കുമ്പോഴാണ് പതിയെ ഒരു ഏറ് കണ്ടിട്ട് ധർമ്മൻ ഉടനെന്നിട്ട് പറയാൻ, എന്താ സദ്യയൊന്നും ആയില്ലേ, സദ്യ കഴിക്കാറായില്ലേ എന്ന് ചോദിക്കാട്ടോ. കള്ളത്തരം പറഞ്ഞ് അവിടെ അഭിനയിച്ച് വീഴുന്നതാണ്. ഇത് കാണുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ദേഷ്യം വരുന്നത്. അപ്പോൾ ആകാശ് പറയാം, അല്ലെങ്കിൽ ഈ ധർമ്മൻ മാമൻ രണ്ട് അടിയുടെ കുറവുണ്ടെന്ന്. അങ്ങനെ കൂട്ടത്തോടെ എല്ലാവരും കൂടെ വന്ന് ധർമ്മനെ എടുത്തിട്ട് അടിച്ച് ഓലച്ചും ഒക്കെ ശരിയാക്കണുണ്ട് കേട്ടോ സ്നേഹം കൊണ്ട്. എന്നിട്ട് ഗോമതി ആണെങ്കിൽ ധർമ്മൻ്റെ നെഞ്ചിലോട്ട് അങ്ങ് ചാരി വീണിട്ട്, എന്നെ ധർമ്മ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞാൻ ആകെ പേടിച്ച് പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പം ഉടനെ നമ്മൾ ബാലൻ പറയാം, കണ്ടോടാ നീ കണ്ടോ ഗോമതി കരയണുണ്ടോ, നിന്നെ വേദനിപ്പിച്ചതിനുള്ള സങ്കടം, നീ എന്തിനാ ഇപ്പോൾ ഇത് ചെയ്തത്? നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും നിങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ പറ്റിക്കാറല്ലേ പതിവ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു തിരിച്ചൊരു പണി തരാമെന്ന്. അത്രയേ ഉള്ളൂ. അത് ശരി, അപ്പോൾ അതാണല്ലേ കാര്യം. എടാ നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അടി വാങ്ങും നീ. ഗോമതി പറയാനുണ്ട്, ഇനി നീ ഇതുപോലെ ചെയ്താലുണ്ടല്ലോ എനിക്കങ്ങനെ സഹിക്കില്ല. ദേ ചേച്ചി കരയല്ലേ, ചേച്ചി കരഞ്ഞാൽ ഞാനും കരയും. കരയരുത്. ഇല്ലടാ ഞാൻ ഇനി കരയില്ല എന്നും പറഞ്ഞ് ചേർത്ത് അങ്ങ് പിടിച്ച് അങ്ങനെ അനിയനും ചേച്ചിയും കൂടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമംഗലത്താണെങ്കിലും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണമെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ രാജശ്രീ അങ്ങോട്ട് ഓടി വരികയാണ്. അപ്പോൾ അച്യുതം ചോദിക്കുന്നുണ്ട്, എടി രാജശ്രീ പായസത്തിൽ നീ എന്താ വിഷം കലർത്താൻ ചോദിച്ചില്ലേ, ഞാൻ ആ പൊടി കലർത്തിയോന്ന്? പൊടിയൊക്കെ കലർത്തിയതാ, പിന്നെ എന്തേ? അല്ല അത് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഓടി വന്നിട്ട് പറയാം,
അമ്മേ ഇവിടെ കാണിച്ച അമ്മ എന്തെങ്കിലും ആ പായസത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിലേ അത് കഴിച്ചത് ധർമ്മം മാമനാന്ന് തോന്നുന്നു. മാമൻ അവിടെ തലകറങ്ങി വീണത് ആണോ? പക്ഷേ എന്നാലും വലുതായിട്ടൊന്നും സംഭവിച്ചില്ല, കണ്ടില്ല. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും വലിയ കാര്യങ്ങളൊന്നും അവിടെ ആർക്കും സംഭവിച്ചിട്ടുണ്ടാവില്ല. നീ അപ്പോൾ ശരിക്കും ആ പൊടി ഇട്ടില്ലായിരുന്നോ എന്ന് വീണ്ടും അച്യുതൻ ചോദിക്കുക കേട്ടോ. ഇല്ല അച്യുതേട്ടാ, സത്യമായിട്ട് ഞാൻ ആ പേപ്പറിലുണ്ടായിരുന്നു മുഴുവനും അതിനകത്ത് കലക്കിയതാണ്. ഓ അത് ശരി. അപ്പോൾ എന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചത്? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു നിന്ന് നമ്മൾ നന്ദിത കേൾക്കുക. നന്ദിത അപ്പോൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം രാജശ്രീ ആ പൊടിയെല്ലാം കലക്കി പായസത്തിൻ്റെ അടപ്പൊക്കെ അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയല്ലോ. ആ സമയം കൊണ്ട് നന്ദിത ഇത് കാണുന്നുണ്ടായിരുന്നു അടുക്കളയുടെ വശത്ത് നിന്നിട്ട്. നന്ദിതയ്ക്ക് മനസ്സിലായി. ഓടി വന്ന് ആ പായസം എടുത്ത് സിങ്കിനകത്ത് ഒഴിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി അതിൽ പുതിയ പായസം എടുത്തിട്ട് അടച്ച് പുറമെ എല്ലാം ടവൽ വെച്ച് തുടച്ച് പഴയ പോലെ ആക്കി വെച്ചിട്ട് നന്ദിത പതിയെ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് സംഭവം. എന്നിട്ട് ആ നല്ല പായസത്തിനെയായിരുന്നു എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ട് കൊടുക്കുന്നത് ഇന്ദിരാമ്മ. അതാണ് അവിടെ കഴിച്ചത്. അതുകൊണ്ട് ധർമ്മനോട് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കാരണം നന്ദിത നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. നന്ദിത ചിരിച്ചും കൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അങ്ങനെ സദ്യവട്ടങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം ആണുങ്ങളായിരുന്നു കൂടുതലും സദ്യയിലെ പാചകങ്ങളെല്ലാം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പം അഭിപ്രായങ്ങളൊന്നും പെണ്ണുങ്ങൾ പറയണില്ലല്ലോ എന്നൊരു കാര്യം പറയാട്ടോ ധർമ്മൻ. അപ്പോൾ ആണെന്ന് പറയാം, മാമ മിണ്ടാതിരുന്നോ, ഇപ്പം അഭിപ്രായം ചോദിച്ചാൽ ആകെ കുഴപ്പമാവും, എന്തെങ്കിലും കുറ്റവും കുറവും കൊണ്ട് വരും, അതിനേക്കാളും മര്യാദയ്ക്കിരുന്നു. അപ്പോൾ ബാലൻ ചെയ്യുന്നുണ്ട്, ഗോമതി കറികളൊക്കെ എങ്ങനെയാണ്, സൂപ്പറല്ലേ? പിന്നെ അടിപൊളിയല്ലേ? പിന്നെ ബാലേട്ടനുണ്ടാക്കിയ ആ ഒരു മാമ്പഴ പുളിശ്ശേരിയില്ലേ, അത് ഭയങ്കര സൂപ്പറായിരുന്നു. ആണോ? അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആകാശ് കുറച്ച് ചോറ് വാരി ആര്യൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിനിടെ കൂടെ അനുമോൾക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഒരു ഇരിപ്പുറപ്പ് വരുന്നില്ല. സമ്മാനം കിട്ടിയത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ തന്നെ മീനാക്ഷി അടുത്തിരുന്ന് ചോദിക്കുന്നത്, എടി അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ? എന്നിട്ട് അനുമോൾക്ക് അതൊന്നും ശ്രദ്ധിക്കാനേ പറ്റില്ല. എടി നീ എന്തേ ഇവിടെയൊന്നും അല്ലേ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, ആ കറിയും എടുക്കൂ. അങ്ങനെ കുറച്ച് സാമ്പാർ എടുത്ത് അടുത്തേക്ക് കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു തവി എടുത്ത് ചോറിലേക്ക് ഒഴിച്ചിട്ട് രണ്ടാമത്തെ തവി എടുത്ത് സ്വന്തം തുണിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അയ്യോ എൻ്റെ തുണിയിലെല്ലാം കറി വീണല്ലോ. അങ്ങനെ ഗോമതി കുറേ വഴക്ക് കൊടുക്കുക. നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു ഓണക്കോടി ഇട്ടിട്ട് അതിൽ കറി കോരി ഒഴിച്ചോ പെണ്ണേ, നീ എന്ത് പണിയായി കാണിച്ചത്? ബാലൻ പറയാം, നീ അവളെ വഴക്ക് പറയല്ലേ, ഇച്ചിരി കറിയല്ലേ വീണുള്ളൂ, കഴുകി കളഞ്ഞപ്പോൾ മോളൊരു കാര്യം ചെയ്യും, ഇതിപ്പോൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടേ നീ ഈ ഡ്രസ്സ് മാറി വേറെ എന്തെങ്കിലും എടുക്കുക. ശരി അച്ഛാന്നും പറഞ്ഞ് അങ്ങനെ അനുമോൾ സന്തോഷത്തോടെ പോകാട്ടോ. കൃഷ്ണമംഗലത്തും എല്ലാവരും അവിടെ സദ്യയൊക്കെ വിളമ്പി റെഡി ആയിക്കണം. ഓരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയെ വിളിക്കാൻ പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരുടെ അവസാനം ഇന്ദിരാമ്മ പുതിയ സാരിയെ കൊടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതം, ഇത് ഏതാ സാരി, പുതിയതാ? പുതിയതാ. ഞങ്ങൾ ഇങ്ങനത്തെ അല്ലല്ലോ വാങ്ങി തന്നതെന്ന് അവിടെ ഒരു സംശയം. ഇതാരും വാങ്ങി, നിങ്ങളാരും വാങ്ങി തന്നില്ല, ഇതെൻ്റെ മോള് ഗോമതി വാങ്ങി തന്നതാ. ഓ അത് ശരി, അവൾ വാങ്ങി തന്നു. അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വന്നു, അലോകനും ദേഷ്യം വന്നു. അപ്പോൾ അലോക് പറയാം, ദേ ഇപ്പുറത്തെ ശത്രുക്കളെ കൂട്ടത്തിൽ നിന്നിട്ട് നമ്മളെ കൂടെയാണെങ്കിൽ ശത്രുക്കളെ കൂട്ടത്തിൽ കാര്യങ്ങളായും എല്ലാം വാങ്ങുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്, എന്തിനാ അച്ഛമ്മേ ഇങ്ങനെ ചെയ്യുന്നത്? എടാ അലോകെ നീ മിണ്ടാതിരുന്നു. അപ്പോൾ ഉടനെ അച്യുതൻ പറഞ്ഞു കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ തന്നെ ഗോമതി തന്നു എന്ന് പറയുന്നു. ഗോമതി എങ്ങനെയാണ്, ഗോമതിക്ക് ജോലിയുണ്ടോ? ഇല്ലല്ലോ. ബാലൻ്റെ പൈസ കൊണ്ടല്ലേ അവൾ വാങ്ങിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ബാല വാങ്ങി തന്നത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്കൊക്കെ ബാലൻ വാങ്ങി തന്നു എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കാം. പക്ഷേ നല്ലൊരു ഓണനാളായിട്ടെ എല്ലാം സമത്വവും സഹോദര സ്നേഹവും ഇതൊക്കെയാണ് ഓണമായിട്ട് വേണ്ടത്. അല്ലാതെ പരസ്പരം അടിയും തല്ലും ഒന്നുമല്ല. നിങ്ങൾ നല്ല മനസ്സോടു കൂടി ഇരുന്നാൽ നമ്മുടെ ബാലനോട് ഇത്തിരി സ്നേഹത്തോടെ പെരുമാറിയാലും ഈ കുടുംബം നല്ലപോലെ ഒന്നായിട്ട് പോവും. അത് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്മയും വഴക്ക് പറയുന്നുണ്ട്. ഞാനിത് മാറ്റത്തില്ല, ഇതെൻ്റെ മോള് വാങ്ങി തന്നതാണ്, എനിക്ക് സന്തോഷമാണെന്ന് പറയുമ്പോൾ എല്ലാവരും വഴക്കിടാൻ തുടങ്ങുക. അപ്പോൾ നന്ദിത പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മയ്ക്ക് ഓണത്തിന് ഇഷ്ടമുള്ള അത് ഇതാണ് എടുക്കാനുണ്ടെങ്കിൽ അതും കൊടുത്തോട്ടെ, എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനന്തരം പറഞ്ഞു, മതി ഇനി ഒന്നും സംസാരിക്കണ്ട, അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അപ്പോൾ രാജശ്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. രാജശ്രീ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിലും എന്ത് കാര്യം ഇവിടെ ചെയ്താലും അതിപ്പോൾ ദേവമംഗലംകാർ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ നടപ്പാക്കേണ്ടി വരുന്നത്. ഇപ്പം അങ്ങനെയാണ്. മതി നിർത്ത്, ഇനി അങ്ങോട്ടൊന്നും മിണ്ടണ്ട, ഇനി നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാം, വെറുതെ ഇതൊരു സംസാരിച്ച് വഷളാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുക കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അനുമോള് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് അതിനകത്ത് നല്ലൊരു ചുരിദാറായിരുന്നു. ആ ചുരിദാറൊക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്ത് അത് അലോകിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാം, അലോകെ നീ വാങ്ങി തന്ന
ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ഇതിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, പിന്നെ നേരിട്ട് കാണുമ്പോൾ ഞാനും നിനക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് എന്നും കൂടെ ഒരു വോയിസ് മെസ്സേജ് കൂടെ അതിലിടുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഈശ്വര അമ്മ എങ്ങാനും കണ്ടാൽ ആകെ പ്രശ്നമാവും, അമ്മയ്ക്ക് ചുരിദാർ കണ്ടാൽ എന്തെങ്കിലും സംശയം തോന്നുമോ? അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഗോമതി അങ്ങോട്ട് കയറി വരുന്നിട്ട് ആ മുറിയിലോട്ട്. ഗോമതി വന്ന് അനുമോളെ കാണുന്നതും അന്തം വിട്ട് പോവുകയാണ്. ഒരു പുതിയ ചുരിദാർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും അത് മാത്രമല്ല, അനുമോളുടെ മുഖത്തൊരു വല്ലാത്ത സന്തോഷം, അതും കൂടെ കാണുമ്പോൾ ഗോമതിക്ക് സംശയം കേട്ടോ. ഇനി എപ്പിസോഡ് തീരാ, പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.